ഹായ് ഓൾ, തുളിതാൻ മല്ലുവിൻ്റെ ന്യൂ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കൂർഗിലെ ബ്ലോഗിൻ്റെ ബാക്കി ഞാനിവിടെ അപ്ലോഡ് ചെയ്യുവാണേ. അപ്പം ഞങ്ങൾ ഭയങ്കരമായിട്ട് വിശന്ന് വന്നാൽ നല്ല ഫുഡ് കഴിക്കാൻ ഓർത്തൊരു ഹോട്ടലിലോട്ട് പോയി. മറാഠ മെസ് എന്ന് പറഞ്ഞൊരു ബിരിയാണി ഹബ്ബിലോട്ടാണ് കേട്ടോ പോയത്. സൂപ്പർ ഫുഡായിരുന്നേ. നിങ്ങളെല്ലാവരും അവിടെ പോവുകയാണെങ്കിൽ അവിടെ പോയി കഴിച്ചോട്ടോ, അടിപൊളിയായിരുന്നു. അതിനുശേഷം നമ്മൾ നംട്രോളിംഗ് മൊണാസ്ട്രിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗോൾഡൻ ടെമ്പിൾ എന്നും കൂടി ഒരു പേരുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതിനെപ്പറ്റി ഷോർട്ടായിട്ടൊന്ന് പറയാം. 1963 ദുർബാങ് പത്മ നോർബു റിംപോച്ചെ എന്ന് പറഞ്ഞൊരു ലാമയാണ് ഈ ഗോൾഡൻ ടെമ്പിൾ നിർമ്മിച്ചേക്കുന്നത്. ഒരുപാട് ടൂറിസ്റ്റേഴ്സ് വരുന്ന സ്ഥലമാണ് കേട്ടോ. കൂർഗിലെ ഫേമസ് ഒരു ഗോൾഡൻ ടെമ്പിളാണിത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമ്മൾ തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ടുണ്ട്, കാണേണ്ട സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നല്ല ഇതായി പോയി. കുറച്ച് പൈസ എന്തോ കൊടുക്കണമായിരുന്നു ഇതിൻ്റെ അകത്ത് കയറാൻ തോന്നുന്നു കേട്ടോ. ഇതിൻ്റെ അകത്ത് കുറേ സാധനങ്ങളൊക്കെ വിൽക്കുന്നതും പെറുക്കുന്നതും ഒക്കെ ഉണ്ട്. നമുക്ക് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ ചെയ്യാം. അപ്പം നമ്മൾ അതിൻ്റെ എൻട്രൻസിലെത്തി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ടിലെത്തി. ഇതാണ് അവർ ഫേമസ് ആയിട്ട് ഉള്ള ലാമ എന്ന് തോന്നുന്നു കേട്ടോ. ആ ഫ്രണ്ടിൽ ഫോട്ടോ കാണുന്നില്ലേ, അത്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറയുക, ഇതിൻ്റെ അകത്ത് ചെല്ലുമ്പോൾ ഭയങ്കര പീസ്ഫുള്ളായിട്ടൊരു ഫീലാണ് കേട്ടോ. അതുപോലെ തന്നെ വോളിലൊക്കെ പണിത് വെച്ചേക്കുന്ന പിക്ചേഴ്സൊക്കെ കാണാം, ഭയങ്കര ഡിഫറെൻ്റാണ്. അതൊക്കെ നോക്കി. പിന്നെ കണ്ടോ, അവർ പ്രേ ചെയ്യുന്ന ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഭയങ്കര ഡിസിപ്ലിനായിട്ട് എല്ലാം വെച്ചേക്കുന്നതും കാര്യങ്ങളും ഒക്കെ. അപ്പം ഞങ്ങളതൊക്കെ നോക്കി കുറേ ഫോട്ടോയൊക്കെ എടുത്തു. ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ, പ്രശ്നമൊന്നുമില്ല. എല്ലാം കണ്ടില്ലേ, തൂണൊക്കെ കണ്ടേ, എന്ത് ഡിഫറെൻ്റാണ്. ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഇതിൻ്റെ അകത്ത് ശ്രദ്ധിച്ചാൽ അറിയാം, അവരെപ്പോഴും ഭയങ്കര ബിസിയാണ് കേട്ടോ. ഫുൾ അവരാണ് അതിനകത്ത് പണിയൊക്കെ ചെയ്യുന്നത്, ഫുള്ള് ക്ലീൻ ആക്കുന്നതും എല്ലാം അവർ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളത് കുറേ നേരം നോക്കി, കുറേ ഫോട്ടോയൊക്കെ എടുത്തു. എനിക്ക് ബുദ്ധ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ബുദ്ധനെ ബിലീവ് ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ തന്നെ കണ്ടോ, ഇത് കണ്ടോ, അവരെപ്പോഴും ബിസിയാണ്, എപ്പോഴും എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ ചെയ്തുകൊണ്ട് നടക്കുന്നവരാണ് കേട്ടോ. അപ്പോൾ ഇതിനു മുന്നേ ഞാനിവിടെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് ഓൾറെഡി അറിയാവുന്ന പ്ലേസാണ്. അങ്ങനെ ഇതിലും കുറേ ഫോട്ടോയൊക്കെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടാമതൊരു ടെമ്പിളിലോട്ടുകൂടി പോയി. ഇതൊരു 2 ടെമ്പിളാണ് കേട്ടോ. ഏക്കറോളം കിടക്കുന്നൊരു സ്ഥലത്ത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ടെമ്പിളിൻ്റെ അങ്ങോട്ടുകൂടി പോയി. അപ്പോൾ ചെരുപ്പൊക്കെ നമ്മൾ പൈസയൊക്കെ കൊടുത്ത് മാറ്റി വെക്കണം, അങ്ങനെയൊക്കെ കുറച്ച് റൂളൊക്കെ ഉണ്ട്. ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്ത് ഞങ്ങൾ അകത്തോട്ട് പോവുകയാണ്, രണ്ടാമത്തെ ടെമ്പിളിൻ്റെ അകത്തോട്ട് പോവുകയാണ്. അതും ഏകദേശം വോളൊക്കെ സെയിമാണ് കേട്ടോ. പക്ഷേ നല്ല ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ടൈപ്പാണ് അവിടുത്തെ പെയിൻറ്റിങ് ഒക്കെ വരുന്നത്. അപ്പം നമ്മളതൊക്കെ കണ്ടു, അതിനകത്ത് നിന്ന് ഇറങ്ങി. അങ്ങനെ കുറേ അക്കച്ചേട്ടന്മാരെയൊക്കെ കണ്ടുപോയിട്ട് നല്ല ക്യൂട്ടായിട്ട്, എന്ത് ക്യൂട്ടാണെന്നറിയാമോ അവരെ കാണാൻ. കുറേ നേരം അവരെയൊക്കെ നോക്കിയും കണ്ട് ഞങ്ങൾ ഇറങ്ങാറായി. പിന്നെ അവർക്കെന്തോ മീറ്റിംഗ് പോലൊരു സംഭവമായിരുന്നു കേട്ടോ. അപ്പോൾ ഒരാൾ ഇതുപോലെ ലാമ്പ് ഇരുന്നിട്ട് ഇങ്ങനെ ബെല്ലൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ നോക്കി ഞങ്ങൾ. അതിനുശേഷം ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചു മെല്ലെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുവാണേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ റിട്ടേൺ പോവുകയാണ്. നമ്മൾ ആദ്യം കാണിച്ച വീഡിയോയിലുള്ള മറ്റേ ആ ഫോറസ്റ്റ് ഇല്ലേ, അപ്പോൾ അത് നമ്മൾ ഒത്തിരി ലേറ്റ് ആവാതെ തന്നെ ഇറങ്ങണം, കാരണം ഇച്ചിരി ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ല ടൈം, ഒരു 6 മണി സംതിങ് ആയിട്ടുണ്ട്. നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ ടയേർഡൊക്കെ ആയിട്ടുണ്ട് എല്ലാവരും. ഞങ്ങളൊരു ചായയൊക്കെ കുടിക്കാമെന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് നമ്മുടെ ബോർഡറിലുള്ള ഒരു സ്ഥലത്ത് വന്നൊരു ചായയൊക്കെ കുടിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ യാത്രയായി, ചായയൊക്കെ എല്ലാവരും കുടിച്ചു, ഒന്ന് സെറ്റായതിനു ശേഷം നമ്മൾ നമ്മുടെ നാട്ടിലെത്തി. നമ്മുടെ നാട്ടിലുള്ളൊരു പള്ളിയുടെ ചുവട്ടിലാണ് ഞങ്ങൾ വണ്ടി സൈഡാക്കിയേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വ്ളോഗിലൂടെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.